ഒരു പക്ഷാഭേദവും കാട്ടാത്ത ഒരാളാണ് ഭഗവാൻ. നമ്മുടെ ഈശ്വര ചൈതന്യങ്ങളിൽ ഏറ്റവും അധികം നിഷ്കളങ്കമായിട്ടുള്ള, ഏറ്റവും പ്യുവർ ആയിട്ടുള്ള, ഏറ്റവും non-116 ആയിട്ടുള്ള ഒരൊറ്റ ഈശ്വര സങ്കല്പമുണ്ട്. ആരാണ്? മഹാദേവൻ. എന്നെ ആശ്രയിച്ച ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നിരിക്കും. അവൻ അസുരനായിക്കൊള്ളട്ടെ, ദേവനായിക്കൊള്ളട്ടെ, മനുഷ്യനായിക്കൊള്ളട്ടെ, ഗന്ധർവന്മാരായിക്കൊള്ളട്ടെ, ആരായിരുന്നാലും എന്നെ വിളിച്ചാൽ ഈ ജീവിതം ദാനം നൽകിയത് എന്തിനു വേണ്ടിയെന്നല്ലേ നീ ചോദിക്കുന്നത്? എങ്കിൽ സ്മരണയിരിക്കട്ടെ, സ്വന്തം ജീവിതം സാർത്ഥകമാക്കി മാറ്റുവാനുള്ള അവസരമാണ് നിനക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ജീവിതം പൂർണ്ണമായും സാർത്ഥകമാക്കുക എന്ന ഉത്തരവാദിത്വവും നിനക്ക് തന്നെയാണുള്ളത്. മൃത്യുവിന്റെ അന്ധകാരത്തിലേക്ക് പോവുകയാണെങ്കിൽ നിനക്ക് സ്വന്തം ദുഷ്കൃത്യങ്ങളെക്കുറിച്ച് സ്മരണയുണ്ടാവുകയില്ല. ഇപ്പോഴത്തെ നിന്റെ പ്രവൃത്തികളുടെ പ്രകാശത്തിൽ വസിക്കുക എന്നതാണ് നിന്റെ ജീവിത വിജയം. ജീവിതത്തിലെ അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പ്രഥമമായി നിന്റെ ഈ ജീവിതത്തെ സ്വന്തം